ലോകത്തിന്റെ നീതിബോധത്തിന്റെ ഉടമസ്ഥനെ, മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും വലിയ വ്യാഖ്യാതാവേ, വിമോചകരുടെ വിമോചകനും പ്രവാചകരുടെ പ്രവാചകനും ഗുരുക്കളുടെ ഗുരുവും ആചാര്യന്മാരുടെ ആചാര്യനും അധ്യാപകരുടെ അധ്യാപകനും വിപ്ലവകാരികളുടെ വിപ്ലവകാരിയും മാർഗദർശികളുടെ മാർഗദർശിയും നീതിയേ, സമത്വമേ, കാരുണ്യമേ, സ്നേഹമേ, പരിശുദ്ധ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. വീണ്ടും സൂറത്തുൻ നജ്മിലേക്ക് വന്നാൽ അല്ലാഹു പറഞ്ഞു, മാസാഗൽ ബസറു വമാ തഗാ. മിഅ്റാജിന്റെ രാത്രി പല അത്ഭുതങ്ങളും നബി കണ്ടു. കാണാത്ത ലോകങ്ങൾ കണ്ടു, അത്ഭുതകരമായ രഹസ്യങ്ങൾ കണ്ടു, അതിശയങ്ങൾ കണ്ടു, കോരിത്തരിപ്പിക്കുന്നത് കണ്ടു. സിദ്റത്തുൽ മുൻതഹ മരത്തെ ചുറ്റിപ്പടർന്നു കിടക്കുന്ന നക്ഷത്ര വ്യൂഹങ്ങളെ കണ്ടു. അല്ലാഹുവിന്റെ ദിക്റിൽ ലയിച്ച മാലാഖമാരുടെ സാന്നിധ്യം കണ്ടു. കാണാത്ത ഉപരിലോകങ്ങൾ കണ്ടു, കേൾക്കാത്ത സ്വരങ്ങൾ കേട്ടു. മാസാഗൽ ബസറു, എന്നിട്ടും ഈ നബിയുടെ കണ്ണ് മഞ്ഞളിച്ചില്ല. വമാ തഗാ, ഒരു അപമര്യാദയും മുഹമ്മദ് കാട്ടിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതങ്ങൾക്ക് മുമ്പിലും പക്വതയോടെ, വിനയത്തോടെ, ഗാംഭീര്യത്തോടെ നിലകൊണ്ട സംസ്കാരത്തിന്റെ അധ്യാപകനെ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെയും ചൊല്ലണം ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എന്താണത്? അല്ലാഹു അവർക്ക് വേണ്ടി അവർക്കിടയിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നിയോഗിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരായത്തിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ അത്യുത്തമമായ മാതൃകയുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കൈയനക്കിയതിൽ മാതൃകയുണ്ട്. ഒരു സ്ത്രീ ഒരു ദിവസം വന്നുകൊണ്ട് പറഞ്ഞു, ആ കൈയൊന്ന് കാണിക്കുമോ, ഞാൻ ഉടമ്പടി ചെയ്യട്ടെയോ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് മറുപടി പറഞ്ഞു, ഞാൻ സ്ത്രീകൾക്ക് ഷൈക്കൻഡ് കൊടുക്കാറില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലോകത്ത് പല രാഷ്ട്ര നേതാക്കന്മാരും സ്ത്രീകളെ ഷൈക്കാൻഡ് ചെയ്യുന്നു. 12 വർഷം ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്നപ്പോ എത്രയോ ഇതുപോലുള്ള ഘട്ടങ്ങളിലൂടെ ഈ വിനീതൻ കടന്നുപോയിട്ടുണ്ട്. നീട്ടിയ കയ്യിന്റെ മുമ്പിൽ കൈ ഞാൻ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ ഹൃദയത്തിൽ ആ മന്ദഹാസം തെളിഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകമര്യാദകൾ പഠിപ്പിക്കുമ്പോ, ധാർമ്മിക ഉപചാരങ്ങൾ പഠിപ്പിക്കുമ്പോ കൈകൊടുക്കുന്നത് ഏറ്റവും വലിയ സംസ്കാരമാക്കിയതും ഈ പരിശുദ്ധ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷൈക്കൻഡ് കൊടുക്കുമ്പോ അത് അത്ഭുതകരമായ ഷൈക്കൻഡായിരുന്നു. അപരൻ കൈ പിൻവലിക്കുന്നവരെ നബി പിൻവലിക്കാറുണ്ടായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അത്. കൈ കൊടുത്ത ആള് കൈ പിൻവലിക്കുന്നവരെ റസൂലുള്ളാഹി പിൻവലിക്കൂല. ആളെ ഓണർ ചെയ്യാണ്, റെസ്പെക്ട് ചെയ്യാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ കിട്ടിയാൽ ആരെങ്കിലും പെട്ടെന്ന് വിടുവോ? എന്തൊരു പ്രയാസമായിരിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലിന് കൈ കൊടുത്തു എന്നുള്ള കാരണത്താൽ ആ വലത്തെ കൈകൊണ്ട് തന്റെ രഹസ്യഭാഗങ്ങൾ സ്പർശിച്ചിട്ടില്ല എന്നാണ് ഒരിക്കലും മരിക്കുന്നവരെ. ശരീരത്തിന്റെ ഔറത്ത് ഒരിക്കലും തന്റെ വലത്തെ കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല, റസൂലിന് കൈ കൊടുത്ത കൈയായതുകൊണ്ട്. ഒരു സഹാബിയുടെ പെരടി ഒരു ദിവസം റസൂലുള്ള തടവി. ഈ പെരടിയിലുള്ള മുടി ഒരിക്കലും നീക്കിയില്ല. പിന്നെ ആ മുടി അവിടെ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ്. മറ്റൊരായത്തിൽ പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. അവനാണ് തന്റെ റസൂലിനെ നിയോഗിച്ചത് അല്ലാഹു. സത്യമാർഗവുമായിട്ട്, ഹക്കുമായി, സന്മാർഗവുമായിട്ട് തന്റെ റസൂലിനെ നിയോഗിച്ചു.
അവിടെയും പരിശുദ്ധ റസൂലിനെ പ്രകീർത്തിച്ചു. വേറെ ഒരായത്തിൽ പറഞ്ഞു, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങൾ നബിയുടെ ശബ്ദത്തെക്കാൾ ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അള്ളാഹു റസൂലുള്ളാഹിക്ക് കൊടുത്ത തഅ്ലീം എത്രയാണ്, ബഹുമാനം എത്രയാണ്. അറേബ്യയിലെ ഒരു സഹാബി സമൂഹത്തെ, ഒരു വലിയ ജനസമൂഹത്തെ അള്ളാഹു ശാസിച്ച് സംസ്കരിക്കുകയാണ്, തൻ്റെ റസൂലിനെ ആദരിക്കാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം റൗളയുടെ മുമ്പിലെത്താൻ.